കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ രക്ഷാപ്രവർത്തനം വൈകിയെന്ന് മരിച്ച ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ. ബിന്ദുവിനെ കാണാതായത് എല്ലാവരെയും അറിയിച്ചു. മകളാണ് ആദ്യം അറിയിച്ചത്. ആരോട് പരാതി പറയാനാണെന്നും മകളെ വീട്ടിലേക്ക് കൊണ്ടുപോയെന്നും വിതുമ്പലോടെ ഭർത്താവ് വിശ്രുതൻ പ്രതികരിച്ചു. ശകലം നേരത്തെ ആയിരുന്നെങ്കിൽ ഇത് നല്ല സ്ഥലത്തായിരുന്നെങ്കിൽ എളുപ്പം JCB കൊണ്ട് കുത്തി നോക്കി ആളിനെ എടുക്കാമായിരുന്നു. പക്ഷേ ഒരു ശകലം താമസിച്ചു പോയി അതിനകത്ത്. ആളിനെ കാണാനില്ലെന്ന് പറഞ്ഞപ്പം നമ്മളിവിടെയൊക്കെ തിരക്കി. അവിടെ ഉണ്ട്, കാഷ്വാലിറ്റി ഉണ്ട്, ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഓടുമായിരുന്നു. അവിടെ ഒന്നും ഇല്ലായിരുന്നു. അപ്പോഴും മണ്ണിനടിയിലായിരുന്നു. ഏതാ അന്നേരം ഈ സ്ലാബിൻ്റെ അടിയിൽ കിടക്കുക. അതൊക്കെ ഇവിടെ ഉള്ളവരടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അന്ന്. ഓപ്പറേഷൻ അത് കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. അത് ഒരു തമ്മിൽ സംസാരിച്ച വേറെ ആൾക്കാരെടുത്താണ്. അപ്പോൾ അതൊരു ഡേറ്റ് പറഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യാമെന്നാണ് പറഞ്ഞു. പരാതിയായിട്ട് നമ്മൾ ഒന്നുമില്ല അല്ലേ ചോദിക്കാം. എന്നാ പരാതി? നമുക്കൊരു പരാതിയില്ല. ഞാനിപ്പോൾ ആ ഒരു പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ഭാര്യ മരിച്ചിട്ട് നിൽക്കാൻ ഞാൻ ആരുടെ പരാതി പറയുന്നത്? ഇതൊക്കെ നേരാൻ പാട്ടിന് ഇപ്പോഴും ഞാൻ പറയുന്നത് ഇനിയുള്ള കാര്യങ്ങൾ നേരാൻ പാട്ടിനാവണം. തീർച്ചയായും എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച അവള് തന്നെ. ഞാനൊന്നുമല്ല. 2 പിള്ളേരെ പഠിപ്പിച്ചതാ. എനിക്കതേ പറയാനുള്ളൂ.